മെൽബൺ ടെസ്റ്റിന്റെ അവസാന സെഷനിൽ തീർച്ചയായിട്ടും ടീം ഇന്ത്യ ഒരു കൂട്ടത്തകർച്ചയെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം ഇന്ന് കാഴ്ചവെച്ച ജയ്സ്വാളിന്റെ പുറത്താകൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു വിവാദത്തിലായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഓസ്ട്രേലിയക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 340 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടീം ഇന്ത്യയുടെ മുൻനിര ആദ്യം തന്നെ തകർന്നടിയുകയായിരുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യക്ക് ആശ്വസിക്കാവുന്ന ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിച്ചത് ഋഷഭ് പന്തും ജയ്സ്വാളുമായിരുന്നു. ഒരു വിജയത്തിന് വേണ്ടിയുള്ള തിടുക്കം കാട്ടാതെ തീർച്ചയായിട്ടും തോൽവി ഒഴിവാക്കുക തന്നെയായിരുന്നു ഇരുവരുടെയും ബാറ്റിംഗിൽ ഉണ്ടായിരുന്നത്. 2ാം സെഷനിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം ഇന്ത്യ എന്നാൽ 3ാം സെഷനിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അവസാന സെഷന്റെ ആദ്യം തന്നെ ഋഷഭ് പന്തിന് നഷ്ടമായ ടീം ഇന്ത്യക്ക് വേണ്ടി പിന്നീടെത്തിയത് ജഡേജയായിരുന്നു. പന്ത് പുറത്തായപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ ഒരു അഗ്രസീവ് ബാറ്റിംഗ് അപ്രോച്ചിന് ടീം ഇന്ത്യ ഇറക്കാൻ തയ്യാറാകാത്തത് മറ്റൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. പതിവ് പോലെ ജഡേജ തന്റെ ഡിഫൻസീവ് ബാറ്റിംഗ് ആരംഭിച്ചുവെങ്കിലും ബോളണ്ടിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരിക്ക് ക്യാച്ച് നൽകി ജഡേജ മടങ്ങുകയായിരുന്നു. ശേഷം നിതീഷ് കുമാർ റെഡ്ഡി എത്തിയെങ്കിലും 1 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. വാഷിംഗ്ടൺ സുന്ദറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജയ്സ്വാൾ പിന്നെയും ടീം ഇന്ത്യക്ക് വേണ്ടി പൊരുതാവുന്ന പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ അവിശ്വസനീയമായ ഒരു തീരുമാനത്തിന്റെ പുറത്താണ് ജയ്സ്വാളിനെ ഓസ്ട്രേലിയ പുറത്താക്കിയത്. തീർച്ചയായിട്ടും ഈ ഒരു വിക്കറ്റ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ആ പന്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ക്ലോസായി പല ആംഗിളിൽ നോക്കുമ്പോഴും ആ പന്ത് ബാറ്റിലോ ഗ്ലൗസിലോ തൊട്ടതായുള്ള ഒരു വിഷ്വൽ പോലും കാണാനായി സാധിച്ചിരുന്നില്ല. അൾട്രാ എഡ്ജ് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്പൈക്ക് അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. ഓൺഫീൽഡ് അമ്പയറുടെ നോട്ട് ഔട്ട് ഡിസിഷൻ ഇതുകൊണ്ട് തന്നെ റിട്ടേൺ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്നും വീണ്ടും ഒരു ബോൾ ട്രാക്കിംഗ് പരിഗണിക്കുകയാണ് ഇവിടെ തേർഡ് അമ്പയർ ചെയ്തത്. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ അൾട്രാ എഡ്ജിൽ സ്പൈക്ക് കണ്ടില്ല എങ്കിൽ നെക്സ്റ്റ് ബോൾ ട്രാക്കർ ഉപയോഗിച്ച് ഡീവിയേഷൻ നോക്കിയിട്ടുള്ള ചരിത്രം അപൂർവമാണ്. എന്നാൽ ഇന്ത്യക്ക് എതിരായ ഒരു ഡിസിഷന് വേണ്ടി മനഃപൂർവ്വം തന്നെ തേർഡ് അമ്പയർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു എന്നാണ് അപ്പോൾ തന്നെ കമന്ററിയിൽ ഉണ്ടായിരുന്ന സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടത്. അൾട്രാ എഡ്ജിൽ നിന്നുൾപ്പെടെ ഇത് നോട്ട് ഔട്ട് ആണെന്ന് ക്ലിയറായി അറിയാം. പിന്നെയും അനാവശ്യമായ മറ്റൊരു നീക്കം നടത്തി മനഃപൂർവ്വം ടീം ഇന്ത്യയുടെ വിക്കറ്റ് ഇവിടെ നഷ്ടപ്പെടുത്താനാണ് അമ്പയറിംഗ് ശ്രമിച്ചത് എന്നാണ് സുനിൽ ഗവാസ്കർ അപ്പോൾ തന്നെ വിമർശിച്ചത്. നിങ്ങൾ ലൈവ് കണ്ടിരുന്നുവെങ്കിൽ ഇത് ഔട്ടായിരുന്നോ അല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.